നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആഹാ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്ന ധാബയിലാണ്. നമ്മൾ ട്രൗസറും കുപ്പായൊക്കെ മറന്നു വെച്ച് അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നു. അതൊക്കെ എടുത്ത് ഇന്നലെ നമ്മുടെ ലൈറ്റും പോയി. ലൈറ്റ് നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം കണ്ടോ, ഇതാണ് സാധനം. ഇതിന് ഇവിടെ ഒരു പൊട്ടുണ്ട് കേട്ടോ, ഇതൊരു പൊട്ടുണ്ട്. ഇതുകൊണ്ടാവും അത് ഫീസായതാണ് അല്ലടാ, ഉറപ്പല്ലേ? കുട്ടിയാണ് ഫീസായതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ പെണീറ്റുള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? 8:15 സമയമായി. 8:15 ഞാൻ എണീക്കുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് എണീറ്റ് അവിടെ ധാബയിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അവിടെ ഇപ്പോൾ ഈ രാവിലെ ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മളിന്ന് കുക്ക് ചെയ്ത് തന്നെ കഴിക്കുന്നത് ഫുള്ളായിട്ട്. നമ്മൾക്കുള്ള രാവിലേക്കുള്ളതൊക്കെ ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഒരേ ഫസ്റ്റ് ചായ കുടിക്കാൻ പറ്റും. പക്ഷേ ബ്രഷിങ്ങും കുളിയും ഒന്നും കഴിഞ്ഞില്ല. കുളിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുളിക്കണം. അതിന് മുമ്പായിട്ട് നമ്മളുടെ ബെഡ് ഒന്ന് എടുത്ത് ഒഴിവാക്കണം. ബെഡിന് നമ്മൾ പഴയ മാതിരി സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? യാത്ര ആരംഭിക്കല്ലേ? അല്ല അപ്പോൾ നോട്ടെ, എപ്പോഴൊന്നുമില്ല. ഇത് എന്തായാലും സൂപ്പറായില്ലേ? ഇതാള് പറഞ്ഞു തന്നതേ, ഇത് അടിപൊളിയായി. ഇവരുടെ പേര് ഞാൻ മറന്നോണ്ടാ. ഇഞ്ചസ് തട്ടാക്കാൻ ഇഞ്ചസ് തട്ടണല്ലോ അല്ലേ? പക്ഷേ എങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾക്ക് ഈ സാധനം ഉണ്ടല്ലോ, അവനെ മാറ്റണം. ഇവനെ മാറ്റിയിട്ട് കുറച്ചുകൂടി കനുള്ള ടൈപ്പ് ആക്കണം. കനുള്ള ടൈപ്പ് ആക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി സുഖമായിട്ട് കിടക്കാം. ഇത് കുറേ നേരം ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നാൽ ഈ പലകമ്മ പോയി തട്ടുണ്ട് അല്ലേ? പലകമ്മ തട്ടുണ്ട്. അപ്പോൾ പിന്നെ തീരെ കട്ടി കഴിഞ്ഞിരിക്കണ. ഇത് ഇങ്ങോട്ടൊക്കെ അത് ഒറ്റ ഒരു തടിയില്ലാത്ത സാധനമാണ്. ഇത് തടി ഉണ്ടായിരുന്നു വാങ്ങിയപ്പോൾ തടിയൊക്കെ പോയി കടന്ന് നമ്മളോട് ഇന്നലെ ഇവര് ഈ ധാബക്കാര് ഇതിനകത്ത് കിടക്കാനാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇവിടെയൊക്കെ കിടന്നോളൂ, കുഴപ്പമില്ല, ആ ബെഡ് എടുത്തിട്ടോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ എങ്കിൽ നിങ്ങളും പറയലുണ്ട് ചില ആളുകൾ, നിങ്ങൾക്ക് ഉണ്ടാക്കും ടെൻറ്റ് വാങ്ങിക്കോളും, ടെൻറ്റ് അടിച്ച് വണ്ടിൻ്റെ അടുത്ത് കിടന്നൂടെ? ഇത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ അതിനകത്ത് കിടക്കണില്ല. ഞങ്ങൾക്ക് വണ്ടി കിടക്കുന്നത് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ സുഖമാണ്, ഇതിൽ കിടക്കുമ്പോൾ വേറെ സുഖമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഒരു ബോധ്യമാവണില്ല. എങ്ങനെ പിന്നെ ശീലമായി? നമുക്ക് ഒന്നിലേറെ ഞങ്ങൾക്ക് ശീലമായി. ഇത് നമ്മളൊരു സ്ഥലത്ത് നമ്മളെ റൂമിൽ തന്നെ കിടക്കുവാണ്. എല്ലാ സജ്ജീകരണവും റൂമിൽ ചെയ്തിട്ടുണ്ടാവും. ഏത് നമ്മുടെ ടിവിൻ്റെ റിമോട്ട് വരെ നമ്മളെ കയ്യെത്താൻ ദൂരത്തേക്കാണ്, നമ്മുടെ ഫാനിൻ്റെ സ്വിച്ച് വരെ കയ്യെത്താൻ ദൂരത്തേക്കാണ്, നമ്മുടെ മൊബൈലിൻ്റെ പ്ലഗ് വരെ കയ്യെത്താൻ ദൂരത്തേക്കാണ്. ഒന്നും നീക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സൗകര്യം ഒരു സുഖമാണുള്ളത്. പക്ഷെ ഇതൊന്നും കയ്യെത്താൻ ദൂരത്തല്ലെങ്കിലും ഇതിൽ കിടന്നുറങ്ങുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. പെരുത്തിഷ്ടാണ്. പെരുത്തിഷ്ടാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇതിൽ തന്നെ കിടക്കണേ. അതാപ്പോൾ ടെൻറ്റിനിപ്പോൾ വലിയ വില ഒന്നുമില്ല. ശരിടാ, ഞങ്ങൾ ടെൻറ്റിൻ്റെ വില അന്വേഷിച്ചിട്ടില്ല, കാരണം ഞങ്ങൾക്കത് വേണ്ട. പിന്നെ ഞങ്ങൾക്ക് ആവശ്യം വന്നിരുന്നു എപ്പോഴും അറിയോ, കാട്ടുകാരണം. അന്ന് വണ്ടി കിടക്കണക്കാട്ടിൽ ഇഷ്ടം ഞങ്ങൾക്ക് ആ പൊയമാട്ടിൽ കിടക്കാനായിരുന്നു. ആ പൊയൻ്റെ അടുത്തുള്ള പാറ ഉണ്ടല്ലോ, അവിടെ കിടക്കാനായിരുന്നു. നമ്മളുടെ ഫോറസ്റ്റ് ലൈഫ് അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോ. അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്ത സംഭവമാണ്. ഒന്ന് പോയി കണ്ടു നോക്കി, അവർക്ക് ഇഷ്ടമാവും. ഫസ്റ്റത്തെ പീസ് അങ്ങനെ വെച്ചു. പിന്നെ വയറിൻ്റെ വിഷയം ഞങ്ങൾ പറയാൻ മറന്നുപോയി. വയറിൻ്റെ വിഷയം ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ ക്ലിയറായി അല്ലേ? വയറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പനിയൊക്കെ മാറണ പോലെ ആഴ്ചയടിക്കട്ട് മാറുമൊന്നുമില്ല, ആക്കും പോലെ മാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആക്കുണ്ട്, കുറവുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ എടുത്ത് നമ്മളെ സാധാ സിസ്റ്റത്തിലേക്ക് വണ്ടിയിൽ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 10-15 മിനിറ്റ് ചിലവാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിക്കെട്ടി മടക്കി വെക്കണം അല്ലേ? അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കുളി കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിരിക്കണം. പക്ഷെ കുക്ക് ചെയ്യാൻ കണ്ടോ, ഇന്നലെ നമ്മൾ വെള്ളം രാത്രി ഫുള്ളാക്കിയതാണ്. ഫുള്ളാക്കിയ വെള്ളം ഇപ്പോൾ കണ്ടോ, ഇത്ര ഉള്ളു വെള്ളം. അപ്പോൾ സംഭവം താഴത്ത് നോക്കുമ്പോൾ ഫുള്ള് വെള്ളം. അത്ര വെള്ളം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ക്യാനിന് ഓട്ടയുണ്ട്, ലീക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ വരെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ MC കിട്ടുന്ന നിർബന്ധമാണ്. MC കിട്ടണം, പിന്നെ എന്തോന്ന് കിട്ടണമല്ലോ, ബൾബ്. MC ബൾബും കിട്ടണം. അപ്പോൾ ഇനി വരുന്ന അടുത്ത ടൗണിൽ നിന്ന് ഈ 2 സാധനം കിട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഉണ്ട് അതിൽ. അത് നമുക്ക് ഇന്നലെ നമ്മൾ ഡ്രസ്സ് മറന്നു വെച്ചാൽ നമ്മുടെ ആളിൻ്റെ ചോട്ടിക്ക് തന്നെ പോവാം. അവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് പോവാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പിൽ തന്നെ കുക്ക് ചെയ്തിട്ട് തീർത്ത് ചായ കുടിച്ചിട്ട് പോയാലും ഉഷാറാവും. ഇപ്പോൾ സമയം 9:30 ആയി അല്ലേ? ഇന്നലെ നിന്ന അതേ ആലിൻ്റെ ചോട്ടിൽ നല്ല കാറ്റാണ്. ഇന്നലത്തെ നമ്മുടെ ഏട്ടനില്ല, കാരണം നമ്മൾ രാവിലെ അല്ല കുക്ക് ചെയ്യുന്നത്. മൂപ്പരപ്പോൾ വരുന്നുണ്ടാവും. ഞങ്ങൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. സോയാബീൻ കുറച്ച് വെള്ളത്തിലിട്ടുണ്ട്, അതുപോലെ തന്നെ അരിപ്പൊടി കലക്കിയിട്ടുണ്ട്. അപ്പമാണ് ഉണ്ടാക്കുന്നത്, രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടി പോകണം നമ്മൾ. അപ്പോൾ ഇന്നത്തെ വിഷ്ണുവിൻ്റെ പരിപാടി ഇതാണ്.
ഇതാണ് അപ്പം. അപ്പം എടാ നല്ല രീതിയിൽ കളിക്കിട്ടൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. ഉപ്പ് നോക്കി ഉപ്പുണ്ടാവും. റെഡിയാവും. റെഡിയാ റെഡിയാ റെഡിയാവും. റെഡിയാവട്ടെ. മുരിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാൻ തന്നെ ഒരു ചൊറുക്കും കമ്മി ഉണ്ടെങ്കിലും ആള് കുഴപ്പമൊന്നുമില്ല അല്ലേ, വലിയൊരു വിഷയമൊന്നുമില്ലല്ലോ. ഇന്ത്യൻ ഉപ്പട ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ പോയിട്ടോ. ഏടാ അതിന്റെ അപ്പത്തിന് പറയുന്നതേ ഭൂപ്പടം. ഇത് അന്നെ കൊണ്ടുതന്നെ തിരിച്ചു ഞാൻ. റെഡി റെഡി. ആയിട്ടില്ല, വെന്തിട്ടില്ല. ഒട്ടാണ്. ഇനി അപ്പടിച്ചു വിടട്ടെ. അപ്പം റെഡിയാവും. റെഡി ആകാത്ത കേടൊന്നുമില്ല. അപ്പം കഴിഞ്ഞാൽ പിന്നെ ചോറ് വെക്കണം, ചായ വെക്കണം, ചോറ് വെക്കണം, ചായ വെക്കണം, പിന്നെ സോയാബീൻ വെക്കണം, ചോറ് വെക്കണം അല്ലേ. ആക്കണേ. കണ്ടോളി 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 കണ്ടോളി. ഫസ്റ്റത്തെ ഒരു ദിവസം പാളി. അന്ന് എല്ലാരും കുറ്റം പറഞ്ഞു. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. പിള്ളേര് കളി മാറ്റി കളിച്ചു. മാറ്റിട്ട് അങ്ങോട്ട് പിള്ളേരുടെ കളി മാറി. പിള്ളേര് പഠിച്ചു, ഞങ്ങൾ പഠിച്ചു. അപ്പത്തിന് ഒഴിച്ചുമ്പോ ഒരു രീതി ഉണ്ട്, പക്ഷെ അത് കിട്ടണില്ല നമുക്ക് അല്ലേ. അത് ചെട്ട ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവല് കിട്ടാന് ചെട്ടമ്മ തട്ടോ എന്നൊരു പേടിയാ കയ്യിലേ. അതാണ് പ്രശ്നം, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അടിയും കൂടി പിടിച്ചിട്ടുള്ള ചട്ടി ചൂടായി, എണ്ണ ആവശ്യത്തിലേറെ ആയി, എല്ലാം കൊണ്ട് ഓക്കെ ആയി. സാധനം ഉഷാറായിക്കൊണ്ടിരിക്കുവാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക നമ്മള്. ഞങ്ങൾക്കും അതിനെ ആഗ്രഹം. ചില ടൈമിൽ സാധിക്കില്ല, യാത്രയിലല്ലേ. പക്ഷെ എന്നാലും പരമാവധി ഞാൻ ചെയ്യും. ഇപ്പൊ പുറത്തുനിന്ന് ഒരു ദിവസം 2 നേരം കഴിച്ചു, അത് പാളിയും ചെയ്തു. ഇതോട്ടെ അത് പാളി ഭയങ്കര പാഴ്ചയായി. കണ്ടാ അപ്പാണായി പോണം അപ്പം. എന്നാ ഓക്കെ, ഞങ്ങൾ ഇതൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ. ഓക്കെ, സോയാബിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ. പച്ചക്കറി അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മസാല സോയാബിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോയാബീൻ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കരുത്. സാധാരണ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന ആളുകൾക്കറിയാം സോയാബിയൊക്കെ നമ്മളെങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഉള്ളിയും തക്കാളിയും ഒരുമിച്ച് തന്നെ ഇടുക. ടൈമില്ല നമ്മൾക്ക്, ഓരോന്നാവട്ടെ എന്ന് എഴുതിക്കാൻ ടൈമില്ല. ഇപ്പം തന്നെ 3/4 മണിക്കൂറോളമായി ഇവിടെ നിന്ന് ചിലവഴിക്കണം അല്ലേ. തീർച്ചയായും ഇന്ന് കുക്കുവിൻ്റെ ഡാൻസ് ഉണ്ടാവും. കുക്കു പാട്ട് പാടി ഒരു ഡാൻസ് കളിക്കണം എന്നുണ്ടാവും കേട്ടോ അല്ലേ. ഡെഡിക്കേറ്റ് ചെയ്യില്ലേ? അതൊരാൾ കമൻറ്റിൽ എന്നും ചോദിക്കുന്നുണ്ട്. ആ ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. പേര് എനിക്ക് അറിയില്ല കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് റെഡിയായി. ഓക്കെ, അപ്പം ഇനി അവൻ തിളച്ച് വേകട്ടെ. എന്നിട്ട് നമുക്ക് അതിന് ഉപ്പും മല്ലി മുളക് തുടങ്ങി എല്ലാം നോക്കണം. നമ്മളുടെ അപ്പന് വന്നിട്ടുണ്ടോ? അപ്പൻ ഇന്നലെ പോയി, ഞങ്ങളും പോയി. മൂപ്പര് രാവിലെ വന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുക്കിയിലാണ്. ചായ കുടിച്ചാലോ? ടീ മൂപ്പർ നമ്മൾ ഉണ്ടാക്കിയാണ്. എന്നാ നമ്മളെ അപ്പം കൂട്ടി മൂപ്പർക്ക് സോയാബീൻ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിപ്പിക്കാണ്ട് മൂപ്പര്. ആപ്പനാ പൂസയ്യ എന്നാണ് മൂപ്പയുടെ പേര്. മൂപ്പയുടെ വീട് എവിടെയെന്നൊന്നും നമുക്കറിയില്ല. മൂപ്പര് അങ്ങനെ അങ്ങോട്ട് ഒരു വിദൂരതയിലേക്ക് ചൂണ്ടിക്കാട്ടാണ്. ഈ വീടല്ല, ആ വീടല്ല, അങ്ങോട്ട് ഒരു വിദൂരതയിലേക്ക് ചൂണ്ടിക്കാട്ടാണ്. ഏതായാലും നമ്മളുടെ ഉണ്ടാക്കാൻ ഇത് റെഡി ആയിട്ടുണ്ട്. സോയ റെഡി. സോയനെ അങ്ങോട്ട് ഇറക്കി വെക്കുക. കുടിക്കാനോട് കയറ്റി ചോറോട് കയറ്റുക. ഇനി ചായ കുടിക്കുന്ന പരിപാടിയാണ്. ചായ മൂപ്പരിക്ക് കുറച്ച് കൊടുക്കണം, നമ്മൾ കുടിക്കാം. ഓക്കെ ഓക്കെ. അപ്പം സൂപ്പറാണോ? കഴിച്ചു നോക്കി. നമ്മുടെ കുപ്പി ഗ്ലാസ് എവിടെ? കുപ്പി ഗ്ലാസ് ആക്കണായിട്ട് ചായ എവിടെ? ചായ ഒക്കെ
അപ്പൊ അതെ. അപ്പൊ ഇന്ന് മൂപ്പർക്ക് ഒരു ഭാഗ്യം ഉണ്ടായി. അതെ. ഞങ്ങൾക്കും തന്നെ ഒരു പ്രാവശ്യം കൂടി മൂപ്പർക്ക് വളമ്പി കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതെ. സന്തോഷം. ഞങ്ങളും കഴിക്കട്ടെ കേട്ടോ. ഏട്ടൻ അവിടെ ഇരുന്ന് സുഖമായിട്ട് ചായ കുടിക്കുന്നു, ഞങ്ങളും കുടിക്കുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്താ അവസ്ഥ അറിയില്ലല്ലോ. സോയാബീനൊക്കെ കറക്റ്റ് അല്ലേ പൊട്ടിക്കണ? അത് നോക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ അവിടെ 2 ഗ്ലാസ് ഇല്ലേ? എനിക്ക് എന്താക്കും 1 ഗ്ലാസ് കൊടുക്കും. അടുത്തേല് അടുത്തതിൽ നമുക്ക് പ്ലേറ്റ് വേറെ വേണം, ഗ്ലാസും വേണം വേറെ. എല്ലാ സാധനങ്ങളും എടുത്തില്ലേ? ഞാനൊന്ന് അറിഞ്ഞു നോക്കട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇനി 60 കിലോമീറ്റർ 100 കിലോമീറ്റർ അപ്പുറത്ത് പോരൽ നടക്കൂല. ഇന്നലെ തന്നെ ഇതേപോലെ ഇന്നലെ നമ്മൾ അവന്മല തോരട്ടിന്ന് അത് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നത്. വേറെ ഒന്നുമില്ല. ഇല്ല, ഏട്ടനെ അതിലാണ് പണി എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ അവിടെ കാണാനൊന്നുമില്ല. ആളെ നടന്നു പോയോ? എന്നാ പിന്നെ പോവാ. ഞങ്ങളിന്നാ പോവാണ്, ഇറങ്ങണം. ഇനി നമുക്ക് അങ്ങനെ വിട്ടോക്കാം ഹൈവേയിൽ. പ്രത്യേകിച്ച് എവിടെയും പോകുന്നുണ്ടോ ചോദിച്ചാൽ അറിയില്ല. പോണ പോക്കിൽ നമ്മങ്ങനെ തീരുമാനിച്ചു പോവാം. ഒക്കെ പോണ പോക്കിലാണ്. അതെ, ഒക്കെ റണ്ണിങ്ങിലുള്ള സംഭവമാണ്. ബൾബും എംസിലും കിട്ടണം. കുടിക്കാനുള്ള വെള്ളമല്ലേ? കുടിക്കാനുള്ള വെള്ളം മാത്രം മതി. നിന്ന് പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. വയറിന് സുഖമുണ്ട് അല്ലേ? ഇത് വേണ്ട, ആ വണ്ടിന്റെ ടയറിന്റെ അടുത്ത് എന്താ ട്യൂബ് കെട്ടിയിട്ട്, അതെന്തിനറിയോ? ആ ട്യൂബ് കെട്ടിയിരിക്കുന്നത് ആ ടയർ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. ആ ടയറുമ്മൽ ചെളി പൊടി മുതലായവയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതങ്ങനെ വരുത്തും, റണ്ണിങ്ങിൽ അങ്ങനെ വരുത്തും. ഇനി ആ ടയറുണ്ടല്ലോ, ഇപ്പോൾ അത് കുറച്ച് കളർ കമ്മിയാണ്. ഇനി അത് കറുക്കും. അത് നല്ല രീതിയിൽ ടയർ നല്ല കറുത്ത ടയറേ കയറും. അപ്പൊ അത് മാത്രം പുതിയതായിട്ട് ഇപ്പോൾ ക്ലിയർ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നതാവും. ഞങ്ങൾ കാണിച്ചു തരണ്ടേ നല്ല ക്ലിയർ ഉള്ളതായത്. അതെ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇടിച്ചിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അല്ലേ? ഇടിച്ചിപ്പള്ളി. നമ്മളിവിടെ നിർത്തിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടാങ്കിന് ഓട്ടർ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ MCL കിട്ടണം. MCLൻ്റെ ഇവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ട് അല്ലേ? ഒരു പ്ലംബിങ്ങിൻ്റെ കട ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവും. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ അപ്പുറത്തുള്ളൊരു കട ഉണ്ട്, നമ്മൾ വണ്ടി നിർത്തി വിട്ടു. അവിടെ ഉണ്ടോ ചോദിച്ചു നോക്കാം. ഏതായാലും ഇവിടെയാണ് ഒരു പ്ലംബിങ്ങിൻ്റെ കട. MCL പറയുക. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടെ ഇല്ല അല്ലേ? ഇവനോട് ഞാൻ അപ്പോഴും പറഞ്ഞു അവിടെ ഉണ്ടാവില്ല. ഇവിടെ ഒരു കട ഉണ്ട് ഞങ്ങളെ മുന്നിൽ തന്നെ. ഇപ്പോൾ ഇവിടെ ചോദിച്ചാൽ ഉണ്ടാവും. കൈസ്, അപ്പോൾ നമ്മൾക്ക് ഒരു പ്ലംബിങ്ങിൻ്റെ കട കിട്ടിയിട്ടുണ്ട്. സാധനം ഇവിടെ MCL തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കടയാണ്. അപ്പനാ ചെപ്പള്ളൻ. ഓക്കെ, 10 റുപ്യ ഉള്ളൂ. 10 റുപ്യ ചില്ലറുണ്ടായില് ഇല്ല. ഇനി ഈ ഒരു സാധനം കൂടി കിട്ടണം നമുക്ക്. ഇതും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൈക്കിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കടയാണ്. ഇവിടെ ഉണ്ടാവും അറിയില്ല. ഇവിടെ സംഭവം ഇവിടെ വേറെ ഷോപ്പിലുണ്ട്, ആ ഷോപ്പിലില്ല, ബൈക്കിൻ്റെ അടുത്തില്ല. ഇത് ട്രാക്ടറിൻ്റെ ആക്സസറീസുള്ള ഷോപ്പാണ്. പക്ഷേ ഇവിടെ സാധനമുണ്ട്. ഇത് എത്രയാണ് നമുക്ക് അറിയില്ല. സെയിം ഒന്നല്ലേ? വോൾട്ട് ഓക്കെയാണ്, വോൾട്ടൊക്കെ കറക്റ്റാണ്, പവർ ഓക്കെയാണ്. പിന്നെ അത് എടുക്കാം അല്ലേ? ഒന്നുകൂടി എടുക്കാം. ഞങ്ങളുടെ വില അറിയില്ല. ചുമ്മാ 110 കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു ബൾബ് 110 അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി വാങ്ങത് അല്ലേ? 2 വാങ്ങാം. 2 മേടിച്ചാൽ സെറ്റായി. എന്താ വെച്ചാൽ ഇനിയും ഇതേമാതിരി പണി കിട്ടി കഴിഞ്ഞാൽ ഇത് കണ്ടോ, അത് ഇതുപോലെ നിന്ന ബൾബ്. പക്ഷേ കളർ മാറ്റം കണ്ടെങ്കിൽ കണ്ട് നല്ല മാറ്റമുണ്ട്. അത് ചെറിയ പീസ് എടുക്കണല്ലോ. MCL ഇപ്പോൾ തന്നെ ഉണ്ട്. ചാറാടെ വെള്ളം ഉണ്ട് അല്ലേ? അപ്പോൾ ആ വെള്ളം ഇവിടെ നിറച്ചിട്ട് പോയാലേ ഞാൻ അത് നോക്കണ്ട. അത് വലിയ സീനേക്കാരം. MCL കൂട്ടാനൊക്കെ എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ അറിയാൻ തോന്നുന്നു. ഇല്ലാത്തവർ ഇത് കണ്ട് അനുകരിക്കുക. 2 പീസ് ഇങ്ങനെ ഇടുക. പിന്നെ കുറച്ച് നേരം ബമ്മലൊരു കളി പബ്ലിക് നയിക്കണം. ഒരു കളിയിടാവും. ഒരു കളിയാണ് ഇങ്ങനെ കളിക്കണം. ഞാൻ അങ്ങോട്ട് മാതി സ്മെല്ലാണ്. MCL ഇടുന്ന ചടങ്ങിലേക്ക് കാര്യങ്ങൾ കിടക്കുവാണ്. ഇങ്ങനെ ഒട്ടിച്ചേക്കണം. ഈ സൈഡ് തന്നെയാണെന്നാണ് അല്ലേ? നിഗമനം തെറ്റരുത്. തെറ്റില്ല. എടാ ഇപ്പൊ വെള്ളം എടുക്കാൻ പറ്റുണ്ടാവല്ലോ. ഇത് ഇതാ ഉണങ്ങണ്ടേ? അപ്പൊ നമ്മൾ അടുത്ത ടൗൺ നോക്കിയാ പോരാ വെള്ളം. അതിനെ ഞങ്ങൾ അതാ കാട്ടണേ. ഞങ്ങൾ പോകുന്നത് നിസാമാബാദ് കേട്ടോ. നിസാമാബാദിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഹൈദരാബാദിൻ്റെ തൊട്ടടുത്തുള്ളൊരു ജില്ലയാണ് നിസാമാബാദ് എന്ന് പറയുന്നത്. ആ റോട്ടിലാണ്. ആ റോട്ടിൽ പോകുന്നതിൻ്റെ അടുത്തുള്ളൊരു ടൗണാണിത്. ഈ ഒരു ടൗണിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മളുടെ പരിപാടി നിസാമാബാദിൽ ഒരു ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫോർട്ട് കാണാൻ കഴിയുന്നു. ഓ, ഇതാണോ ഫോർട്ട്? ഇത് തന്നെ ഫോർട്ട്. അപ്പോൾ ഇതെന്താ സ്കൂളോ? ഇത് അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളാണ്. സ്കൂൾ എന്തോ ആണല്ലേ?
എന്തൊക്കെയാണ് ടിക്കറ്റ് വല്ലതും ഉണ്ടോ എങ്ങനെയാണ് ഒന്നും മനസ്സിലാവണില്ല. ടിക്കറ്റ് ഇല്ലത് ഒന്ന് കണ്ടിട്ട് ടിക്കറ്റ് ഉണ്ടാവും, പക്ഷേ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ കവാടത്തിനകത്തേക്ക് കയറുവാണ്. വാതിലൊക്കെ വെച്ച് അതിഗംഭീരമായൊരു സംഭവമാണ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ പള്ളിയുണ്ട്. പക്ഷേ ഞങ്ങളപ്പോൾ റിട്ടേൺ മൈൻഡാണ്. കാരണം എന്താ വെച്ചാൽ ഫോർട്ട് ഉണ്ട്, ഇവിടെ ക്ഷേത്രമുണ്ട്. പക്ഷേ ഫോർട്ടിനകത്ത് പറഞ്ഞ പോലെ പള്ളിയുണ്ട്. പക്ഷേ ഇതൊക്കെ അടവാണ്, അടച്ചിട്ടേക്കുവാണ് ഒക്കെ. നിസാമാബാദിലെ ഒരു മാർക്കറ്റിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫോർട്ട് നമുക്ക് ഏതായാലും കിട്ടിയില്ല. അതെ മാർക്കറ്റ് കണ്ടുപോകാൻ നമുക്ക് ഭയങ്കര തിരക്കാട്ടോ, തിരക്കാണ് ഇവിടെ. അതായത് ചെറിയ റോഡും അതിലേറെ വാഹനങ്ങളും ജനങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയ മാർക്കറ്റ്. വേറെ റോട്ടിന് കയറിയപ്പോൾ ഇവിടെ കുറെ ആൾക്കാർ ചാക്ക് തുന്നി ഉണ്ടാക്കുവാണ്. കേടുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ചാക്ക് ഇങ്ങനെ തുന്നാണ് ചെയ്യുന്നത്. ഇവിടെ അതിന്റെ ഗോഡൗണാണ് ഫുള്ളായിട്ട്. നമ്മളുടെ വണ്ടി കണ്ട അവിടെ നിർത്തിക്കണ്ടോ. ഞങ്ങളിങ്ങനെ പോന്ന് ഒരു മഞ്ഞളുടെ ഗോഡൗണിലേക്ക് എത്തി. മഞ്ഞളുടെ ഗോഡൗൺ ഇവിടെ ഒരുപാട് മഞ്ഞളാണ് കഴിച്ചത്. എല്ലാവരും മഞ്ഞൾ പല ഐറ്റമാണ്. ഇതൊരു ഐറ്റമാണ് അല്ലേ? ഇത് വേറെ. അങ്ങനെ ഓരോ ഐറ്റം മഞ്ഞളുകളാണ് ഇതിലുള്ളത്. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവിടെ ചാക്കുകൾ, അവിടെ ചാക്കൊക്കെ ചാക്കൊക്കെ തുന്നിക്കൂട്ടി ഈ മഞ്ഞൾ കൊണ്ടുപോകാനായിരുന്നു. ഇത് കണ്ടോ? ഈ മഞ്ഞൾ കുറച്ചുകൂടി വലുതാണ് അല്ലേ? ഒരു വലിയ സൈസ് മഞ്ഞളാണ്. ഇതിപ്പോൾ ആരും നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും ഇവിടെ ആരുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. മഞ്ഞളുടെ ഫാക്ടറി അവിടെ ഫുള്ള് മഞ്ഞൾ മണക്കുവാണേ. മഞ്ഞളുടെ മണമാണ് അവിടെ ഫുള്ളായിട്ട്. ഇവർ ഷവലിലൊക്കെ കുത്തിയിട്ടൊക്കെ മഞ്ഞൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ മഞ്ഞളാ? ഇതൊക്കെ മഞ്ഞളാണ്. വേണ്ട ചൂലിലിട്ട് കൊണ്ടുവന്ന് അരിച്ചെടുക്കുക. പൊടിയൊക്കെ അങ്ങോട്ട് പോവും. അതായത് മഞ്ഞൾ പിടിക്കുക ആടും. നല്ല പീസ് ഇങ്ങോട്ട് ആടും. വലുതൊക്കെ ചെറുതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോവും. കണ്ടോ? കോരി എടുത്ത് ചാക്കിൽ കെട്ടി കൂട്ടുകയാണ് ചെയ്യുന്നത്. എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്രയും അവർക്ക് ആവശ്യാനുസരണം കൊടുക്കുന്നുണ്ട്. നല്ല മണമുണ്ട്, അടിപൊളിയാണ്. അമ്മമാരും അമ്മച്ചികളെല്ലാവരും ഉണ്ട്. കൂട്ടം കൂടി കൂട്ടത്തോടെ ലോറി ഡ്രൈവർമാരും ഉണ്ട്. ഒക്കെ തൂക്കി പാകാക്കിയിട്ട് അങ്ങനെ ചാക്കിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. ഏതായാലും മഞ്ഞൾ ഫാക്ടറി മഞ്ഞൾ ഗോഡൗൺ ഇവിടെ മാത്രമല്ല, അതിലൊക്കെ അത് തന്നെയാണ്. പിന്നെ ഈ സൈഡും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു സൈഡിലൊക്കെ ഉണ്ട് പണി നടക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലടാ. അവിടെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അങ്ങ് ദൂരെ. നമ്മൾ അതിനകത്തായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് മഞ്ഞൾ തന്നെയാണ്. ഇവിടെ ഫുള്ള് അത് തന്നെയാണ്. പക്ഷേ ഇവിടെ വേറൊരു കളറാണ് അല്ലേ? അവിടെ ഉണ്ട് ഈ ഒരു കളറ്. ഈ ഒരു കളറിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇതൊരു ചെറിയ ഐറ്റം, അതിൻ്റെ ഒരു വലിയൊരു ഐറ്റമാണ് ഇത് അല്ലേ? ചെറിയ കഷ്ണം വലിയ കഷ്ണമല്ലേ? മാറ്റിയെടുക്കണത് ചേർന്നിരിക്കുകയാണ്. അതായത് ക്വാളിറ്റി അനുസരിച്ച് മാറ്റിയെടുക്കുകയാണ് അല്ലേ? ചെറുതാണ്ടല്ലോ. വേറെ അങ്ങനെയൊക്കെ. ഇതൊരു കറുത്തതാണ്, ഇതൊരു കറുത്ത മഞ്ഞളാണ്. ഇത് കറുത്ത മഞ്ഞളാണ്. ഏതായാലും അതവിടെ ഒരു മല കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്. അത് എടുക്കണണ്ടോ? ഒരു അതിനുണ്ടാക്കിയെടുത്ത ഇതാണ് കൈക്കോട്ടാണ് അല്ലേ? ഇതിനുണ്ടാക്കിയൊരു കൈക്കോട്ടാണതേ. സാധനം നാശാകാൻ പാടില്ല, മനസ്സിലായോ? അങ്ങനെ എടുക്കാൻ വയ്ക്കണം. സാധനം നാശാകാതെ എടുക്കാൻ വയ്ക്കണം. ഏറ്റവും നേരത്തെ തന്നാണല്ലോ. ആകെ പാടും. വെയിറ്റ് ഉണ്ട്. അതേ എത്തിപ്പെട്ടത് മനോഹരമായ സ്ഥലം. അത് നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. ഇത്രയും മഞ്ഞൾ കൂട്ടിയിട്ടൊരു മാർക്കറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഇതൊക്കെ മഞ്ഞളുടെ ഫാക്ടറിയിലേക്ക് പോയി പൊടിച്ച് വരുന്ന സംഭവമാണ്. ഇതൊക്കെ ചാടി കിടക്കുന്ന ധാരാളം ചാക്കിൽ കയറ്റിയിട്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ ഐറ്റം. ഇതൊരു ഐറ്റം, ഇതൊരു ഐറ്റം, അതൊരു ഐറ്റം അല്ലേ? അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നിസാമാബാദിൽ നിന്നും യാത്ര തുടരുകയാണ്. നാഗ്പൂർ ലക്ഷ്യം വെച്ച് വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നാഗ്പൂർ പണ്ട് നാഗാപൂർ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നാഗാപൂർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആളുകൾ. പക്ഷേങ്കിൽ അവർ സൈൻ ബോർഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള നാഗ്പൂർ എന്നാണ്. ആ ഏനെ ഒരിടെ ഒഴിവാക്കി നാഗ എന്നുള്ള ആ ഏന
വയനാട് ഒഴിവാക്കിയിട്ട് നാഗ്പൂർ എന്നാക്കി. മണിക്കൂറിലേറെയായി ഞങ്ങളുടെ റണ്ണിങ്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ബസ് സ്റ്റോപ്പിലടാ ഒരുപാട് പേർക്ക് ഇരിക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം, വണ്ടി ഒന്ന് ചൂടാറും ചെയ്യും. അപ്പോൾ സമയം എന്ന് പറയുന്നത് 6 മണിയാവാനായി. അല്ല ഇതൊരു ഡാൻസ് കളിച്ചോ? പാട്ട് പാടിയാണ്ടേ എൻ്റെ ഞാൻ പാട്ട് പാടേ ഇച്ചിൻ്റെയൊക്കെ പാട്ടില്ലേ? ഇച്ചറിയില്ലേ പാട്ടാടാൻ അറിയില്ല. എൻ്റെ എനക്ക് ഇത് ഡാൻസ് കളിക്കാരനൊക്കെ അല്ല. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. കഴിഞ്ഞോ? ഇനി വേറെ ഒന്നും കൂടി ഏതെങ്കിലും ഒന്നും കൂടി പാടി കളി വെക്കോ. അപ്പോൾ ഇനി അടുത്ത് ഞാൻ നന്ദലാല പണി പാടിത്തരാം. നന്ദലാല. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. നന്ദലാല നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല, മരുവില്ലോ നിന്റെ വർണ്ണമാല, രാധയ്ക്കോ കാതുകളിൽ രാഗമാല. നന്ദലാല ഓ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല, മരുവില്ലിൻ വർണ്ണമാല, രാധയ്ക്കോ കാതുകളിൽ രാഗമാല. ആരും കാണാതെത്തുന്നു രാധ മായ പെണ്ണേ നീയൊരു മായ, പയ്യനെ കറന്നു വെച്ച് പാൽക്കുടം നിറച്ചു വെച്ച് പാലായി തിങ്കളായി വന്ന രാധ, പാട്ടും പറന്ന് വെച്ച് പട്ടുടുത്ത് പൊട്ടു തൊട്ട് പത്മനാഭ പൂജ കൃഷ്ണരാധ. നന്ദലാല നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? പാട്ടിലെ വരികൾ വെച്ചേക്കോ, അത് നോക്കണ്ട. വരികളുടെ പ്രശസ്തി ഇല്ല. കുക്കുവിൻ്റെ കളിയോ അതിലാണ് ഇവിടെ പ്രശസ്തി. ആ പാട്ട് പാടി കൊടുക്കുന്ന അപ്പോൾ ഓൻ ആ സ്പോട്ടിൽ ഉണ്ടാക്കിയ സ്റ്റെപ്പാണ്. ഇത് മുൻകൂട്ടി പഠിച്ചതാണോ? അല്ല. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്നുണ്ട്. ഞാനിപ്പോൾ ക്യാമറ കൊണ്ടുവന്ന് ഒരു ഡാൻസ് കളിച്ച് വെച്ചു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു 3 ദിവസം 3 വീഡിയോ ഒക്കെ ആയിട്ട് 4 വീഡിയോ ഒക്കെ ആയിട്ട് ഒരാൾ തുടർച്ചയായിട്ട് കമൻറ്റ് ചെയ്തി എൻ്റെ ഡാൻസ് ഒന്ന് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇന്നിങ്ങനെ ചെയ്തത്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതണോ? അടുത്ത ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അല്ലേ? ഓക്കെ ഞങ്ങൾക്കപ്പോൾ നിൽക്കാനുള്ള സ്ഥലം കിട്ടണം. നമ്മൾ ഇതുവഴി അങ്ങനെ പോവാണ്. പോയിട്ട് നമുക്ക് നിൽക്കാനും അല്ലാതെ ആദ്യം എന്തെങ്കിലും കിട്ടണം. 6 മണി ആയില്ലേ? 6 മണി ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഓട്ടം ശരിയല്ല, നല്ലതല്ല. ഈ ഹൈവേ ഒന്നും അത്ര നല്ലതല്ല കഴിച്ചു. കാരണം അവിടെയൊക്കെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഒരുപാടാണ്. നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെടാൻ വേണ്ടി പാടില്ല. ഗൈസ് ഞങ്ങൾ ഈ കാണുന്ന ഈ നഗരം ഉണ്ടല്ലോ, ഇതൊരു 2 വട്ടം ചുറ്റിയിട്ട് നമുക്കൊരു വെള്ളത്തിൻ്റെ പ്ലാന്റ് കണ്ടത്. ഇവിടെ ഫിൽറ്റർ വാട്ടറാണ്. ഫിൽറ്റർ വാട്ടറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കറങ്ങിയതിലടാ. അല്ലെങ്കിൽ വില്ലേജിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കോയിൽ വാട്ടറൊക്കെ കിട്ടും. കോയിൽ കിണറേ പഴയ അടിക്കണ ജാതി അത് വേണ്ട അല്ലേ? വെള്ളം നല്ലതല്ലെങ്കിലേ പലതും നാശമാക്കുകയാണ്. ഇനി മഞ്ഞപ്പിത്തം ഇതൊക്കെ തന്നെ വരാത്തുള്ളൂ. ബാക്കിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതാണ് ചിലപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഇൻഫെക്ഷനെ ബാധിച്ചിട്ടുണ്ടാവും. മഞ്ഞച്ചോറാണ് എഴുതി എല്ലാവരും. സംഭവം ഇപ്പോൾ 7 മണിയായി. 7 മണിക്ക് 10 മിനിറ്റ് ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഉണ്ട്. ഇനി ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബൾബ് ഇട്ടില്ലേ നേരം വരെ അല്ലേ? ബൾബ് ഇട്ടില്ല, മറന്നാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇടണമെങ്കിൽ ഒരു സംഭവമാണത്. അപ്പോൾ നമ്മളെ ബൾബ് ഇട്ടിട്ടില്ല. നമ്മുടെ ഈ കിണ്ണൊന്നും കുഴപ്പമില്ല കേട്ടോ. കിണ്ണൊക്കെ പുതിയതാണ്. കിണ്ണ് അടിപൊളിയാണ്. കിണ്ണൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ബൾബ് ഇതെന്താകും അറിയില്ല. കത്തൂലെന്ന് കണ്ടറിയാം. ഫിറ്റ് ആക്കിയാണ്. ഒന്ന് ഇട്ട ഓടാട്ടോ സ്വിച്ച്. കത്തിയല്ലോ സെറ്റ്. ബിമ്മില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ലൈറ്റ് കത്തി. ഞങ്ങൾ അവിടെ ഒരു കൈയടി ഉണ്ടോ? ലോക്കാണ്. ലോക്കുമ്പോ അങ്ങനെ കൊടുക്കണം. അത് കുടുങ്ങി നമ്മളുടെ നമ്മളുടെ ഇതിന് സ്ക്രൂ ഇല്ല ഗൈസ്. സ്ക്രൂ ഇല്ലാത്തതുകൊണ്ടേ
ടാപ്പിറ്റുന്ന പരിപാടി നമ്മൾ എടുത്തുള്ളൂ. ടാപ്പിറ്റ് അവിടെ സൈഡ് നിർത്തി, അവിടെ സൈഡ് എവിടെ നിർത്താനും കുഴപ്പമില്ല. ഇപ്പോൾ ചിക്കല്ലേ രാജി വെള്ളതായി കഴിഞ്ഞാലേ അതിന് നമ്മൾ ഫുള്ള് കുറേ കിട്ടിയേ. അവിടെ കുറച്ച് ടാസ്ക് ഉണ്ടല്ലേ. ഇവിടെ കുറച്ച് അടിയിൽ കൂടെ ഉള്ള ഏരിയ കൂടെ വിടണം. ഗായ്സ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്ന് പെട്ടമാരി പറഞ്ഞാൽ നിർമ്മൽ എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്, നമ്മൾ വരുന്ന വൈക്കാണ്. അവിടേക്കട് കയറിയിട്ട് നമ്മൾക്കില്ലേ എന്ത് സന്തോഷം ജയിച്ച്. ആ ചോര ഒരു ചോരയൊക്കെ മിസ്സായിട്ട് ഞങ്ങൾക്ക് മിസ്സായെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു ചുരത്തുമെന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സായി, പച്ചപ്പ് മിസ്സായി, ഒക്കെ മിസ്സായിപ്പോയി, ഒക്കെ മിസ്സായിപ്പോയി. ഏതായാലും ഞങ്ങളിപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടോ 8:15 സമയത്ത് ഞങ്ങൾക്കൊരു ധാബ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ധാബയിൽ അവർ പറഞ്ഞു ഇവിടെ ഈ പടിയുണ്ട്, ഇതുമ്മ കിടന്നുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് നോ പ്രോബ്ലം. ഞങ്ങളാദ്യം അവിടെ വന്നാൽ ചോദിച്ചു ഇവിടെ കിടക്കാൻ, ഇവിടെ 2 വേണമെങ്കിൽ കിടക്കാം, പക്ഷേ നമ്മൾ വണ്ടി തന്നെ കിടക്കുള്ളൂ. എന്തേ നമ്മളുടെ ഒരു സുഖം തന്നെയാണ്. ഞങ്ങൾ പിന്നെ ഇന്നും കൂടി ധാബ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഇന്നും ലൂസ് മോഷൻ്റെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ധാബയാണ് സുഖം. അതുകൊണ്ടാണ് ധാബയിൽ ധാബൻ്റെ രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ടാവും, പക്ഷേങ്കിൽ നമ്മളുടെ ഭക്ഷണം തന്നെ കഴിക്കണം. പക്ഷേങ്കിൽ ചോറൊക്കെ ഒന്ന് കുറവ് വെക്കുമോ? അല്ല കുറവല്ല, പാകല്ലേ? ഇക്ക് നോക്കിയിട്ട് കുറവുള്ള പോലെ. ഏതായാലും ഞങ്ങൾക്ക് ഉള്ള സോയാബീനേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് കരുതുന്നു അല്ലേ? ഗായ്സ് ഇതേ കണ്ടോ, ഈ വണ്ടീൻ്റെ ലോഡ് എന്താ അറിയോ? ട്രെയിനിൻ്റെ വീലാണ്. ഇത് ഫുള്ളായിട്ട് ട്രെയിനിൻ്റെ വീലാ. ഓ എത്ര എഴുതിയിട്ടാ ഇവിടെ ഈ വണ്ടിൻ്റെ ലൈറ്റ് കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റണേ. അപ്പോൾ റിവേഴ്സ് എടുത്താൽ കഴിഞ്ഞിട്ടാ. എടാ ഫുള്ളായിട്ട് വീലുകളാണ്. എത്ര കണക്കിനാ, എത്രയോ അല്ലേ? ഇത് എണ്ണ പോലും പറ്റാതെ അത്ര അടുക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു കണ്ടെയ്നറിൽ കൊണ്ടുപോവാണ്. എൻ്റെ മക്കളെ ബോഡി മൊത്തം നിൽക്കണത് ഇവിടെ ലോക്കാണല്ലേ? അതാകുമ്പോൾ അങ്ങനെ ലോക്ക് ചെയ്ത് എല്ലാ ടയറും എല്ലാ വീലും അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതുപുത്തൻ സാധനം കണ്ടോളൂ, കൺകുളിർക്കെ കണ്ടോളൂ. അതെ ഇതൊക്കെ ഞെടുക്കണാവോ? ഇത് കൊണ്ടുപോകണ വണ്ടിൻ്റെ മൂന്ത, ഇത് വണ്ടിൻ്റെ ക്ലീനർ. അത് വണ്ടി ക്ലീനർ. ഏതാ വണ്ടി? ടാറ്റിൻ്റെ വണ്ടി കേട്ടോ, കിണ്ണം കാച്ച വണ്ടി, ടാറ്റിൻ്റെ വണ്ടി. അടിപൊളി വണ്ടി. നീളതിൻ്റെ അല്ലേ? ഏതായാലും സമയം അങ്ങോട്ട് പോയി, പൊലമ്പോക്ക് പോയി. 10:40 നീ നേരം പറ്റി കിടക്കണം, കാരണം ഞങ്ങൾക്കൊരു ഉന്മേഷം ഉണ്ടേ. എന്നിട്ട് ഓരോന്നല്ല അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ട്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ ധാബയിൽ ഇപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല കേട്ടോ. ഒന്നിലേറെ ഈ ധാബ എന്ന് പറഞ്ഞാൽ ഏക്കറ കണക്കിന് കിടക്കണ ധാബ. അന്ന് കുറേ വണ്ടി ഉണ്ട്, അപ്പോൾ കുറേ വണ്ടി ഉണ്ട് അല്ലേ? നമ്മൾ ആട് കൊണ്ടാണ്. ആട് കുറേ കൊണ്ടുപോയി ഇവിടുന്നല്ലേ. ഇപ്പോൾ നമ്മുടെ ബെഡ് ഇട്ടിട്ടുണ്ട്, കിടക്കാനുള്ള എല്ലാ വിധ പരിപാടികളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി കിടക്കുക, ഉറങ്ങുക, രാവിലെ നീക്കുക, എന്നാൽ രാവിലെ കാണാം. ഓക്കെ ബൈ. ശുഭനിദ്ര.